കുറച്ച് ദിവസത്തെ അവധിക്ക് ശേഷം മക്കൾക്ക് ഇന്ന് ക്ലാസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ സ്കൂളിൽ പോകേണ്ട തിരക്കിലാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഇന്നും ഉറങ്ങി എഴുന്നേക്കാൻ വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറിയെല്ലാം ഉണ്ടാക്കി മക്കളെ സ്കൂളിൽ വിട്ടേ പറ്റൂ. അപ്പോൾ ഫ്രിഡ്ജിൽ നിറച്ചും തക്കാളി ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ തക്കാളി കറി തന്നെ വെച്ചേക്കാന്ന് കരുതി തലേ ദിവസം തന്നെ കുറച്ച് ഉണക്കമാന്തൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളിക്കറിയും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമാന്തളും നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് അത് തന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡ് എഴുന്നേറ്റ് ചോറെല്ലാം വെച്ചതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ കറി വെക്കുക, അതുപോലെ തന്നെ എഴുന്നേറ്റ് വന്ന പാടെ ചായ വെക്കുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞാനൊരു ഗ്യാസ് അടുപ്പിലേക്ക് തക്കാളിക്കറിയെല്ലാം വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഹസ്ബൻഡ് പാലെല്ലാം മേടിച്ചിട്ട് വന്നു. അപ്പോൾ തന്നെ ദേ അടുത്ത അടുപ്പിലേക്ക് ഞാൻ ചായയും കൂടി വെച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് പരിപാടിയും ഒരുമിച്ച് നടന്നോളൂ. അപ്പോൾ ആവശ്യത്തിന് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വീട്ടിൽ എല്ലാ ദിവസവും ഇങ്ങനെ പലഹാരം ഒന്നും ഉണ്ടാക്കുന്ന പരിപാടിയുമില്ല, രാവിലെ കഴിക്കുന്ന ശീലവുമില്ല. ഏതെങ്കിലും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം മാത്രം കേട്ടോ ഇവിടെ രാവിലെ എന്തെങ്കിലും ഒരു അപ്പോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ശീലമുള്ളൂ. അല്ലാത്ത ദിവസം മൊത്തം ഞങ്ങൾ 3 നേരം ചോറ് ആണ് കഴിക്കുന്നത് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ചോറാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് നമ്മുടെ ഉണക്കമാന്തൾ, പല ജില്ലകളിൽ പല പേരാണല്ലോ. ഇവിടെ മാന്തൾ എന്നാണ് പറയുന്നത്, ചിലയിടത്ത് നങ്ക് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കറിയെല്ലാം റെഡിയായി. അപ്പോൾ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.